സംവിധായകൻ ശ്രീ പ്രിയദർശൻ ടെലിഫോൺ ലൈനിലുണ്ട്. ആ, ശ്രീ പ്രിയദർശൻ, എം ഡി എ എങ്ങനെ ഓർക്കുന്നു എന്ന് നമ്മൾ അതൊരു ഒരു സാധാരണ ചോദ്യമായി പോകും. ഞാൻ അങ്ങനെ ചോദിക്കുന്നില്ല. താങ്കൾക്ക് പങ്കുവയ്ക്കാം എം ഡി വാസുദേവൻ നായർ എന്ന മഹാനായ എഴുത്തുകാരനെ പറ്റി, ചലച്ചിത്ര സംവിധായകനെ പറ്റി, തിരക്കഥാകൃത്തിനെ പറ്റി, സാഹിത്യത്തിൻ്റെ സാംസ്കാരിക ലോകത്തിൻ്റെ എല്ലാ മേഖലയിലും ഇടപെട്ട ആ മഹാനെ പറ്റി താങ്കൾക്കുള്ള ഓർമ്മകൾ എങ്ങനെയാണ്? അത്രയൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. ഗുരു മരിച്ചാൽ ശിഷ്യൻ എന്തു പറയണം? മാതാപിതാ ഗുരു ദൈവം എന്നാണ്. ഇദ്ദേഹമാണ് എൻ്റെ ഗുരു. എല്ലാ കാലത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എം ടി വാസുദേവൻ നായർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് എന്നെ മലയാളം പഠിപ്പിച്ചത്. അദ്ദേഹം എൻ്റെ ഗുരുവാണ്. സിനിമയാണെങ്കിലും സാഹിത്യമായെങ്കിലും ജീവിതമായാലും എം ടി സാർ എൻ്റെ ഗുരുവാണ്. അപ്പോൾ ഗുരു മരിക്കുമ്പോഴുള്ള ശിഷ്യന്റെ വിഷമം മാത്രമാണ് എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. അതുപോട്ടെ, ഇനിയൊരു കാര്യം കൂടെ പറയാം. ഒന്ന്, എത്ര ഭാഗ്യവാനാണ് അദ്ദേഹം എന്നൊന്ന് ആലോചിച്ചോളൂ. എഴുതി വെച്ചു, പൊതുദർശനത്തിന് എൻ്റെ ദേഹം കാണിക്കാൻ പാടില്ല, എന്നെ ചെയ്യണം എന്നൊക്കെ പറയുന്നൊരു, അതായത് ഒരു വ്യക്തി സ്വയമായിട്ട് മനസ്സിലാക്കുകയാണ് ഞാൻ എന്താണെന്നും, അഹങ്കാരമില്ല, എന്താണ് ഞാനെന്ന വിചാരമില്ല, സ്വാർത്ഥതയില്ല ഈ മനുഷ്യന്. എനിക്കിപ്പോൾ തോന്നിയെന്ന് വെച്ചാൽ, ഇന്ന് ക്രിസ്മസ് ആണ്, നാളെ അദ്ദേഹം മലയാളത്തിലെ ഏറ്റവും വലിയൊരു പത്രത്തിൻ്റെ എഡിറ്റർ കൂടെ ആയിരുന്നു. ആ പത്രം നാളെ ഇല്ല ആളുകൾക്ക് കാണാൻ, അദ്ദേഹത്തിനെ കുറിച്ച് എഴുതാനായിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ എന്തു ഭാഗ്യവാനാണ്. മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ദൈവം കൊടുത്തില്ലേ? അതിൽ കൂടുതൽ ഒന്നുമില്ല. എം ടി സാർ മരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ കൂടെ വർഷങ്ങളോളം, യുഗങ്ങളോളം മലയാളികളുടെ ജീവിതത്തിൽ ജീവിക്കും. ഇതൊരു, എന്താണ് പറയുന്നത്, ഒരു എക്സാജറേഷൻ വാക്കല്ല. ഇതിൽ കൂടുതൽ പറയാൻ എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ശ്രീ പ്രിയദർശൻ, താങ്കൾ പറഞ്ഞത് വേറൊരു തരത്തിൽ ശരിയാണ്. കാരണം എനിക്ക് തോന്നുന്നത് ഒരു തലമുറയുടെ മുഴുവൻ ഗുരുസ്ഥാനീയനാണ് എം ടി വാസുദേവൻ നായർ. കാരണം അദ്ദേഹത്തെ വായിച്ചാണ് ഇപ്പോൾ നമ്മളുടെ വായനാശീലമൊക്കെ തുടങ്ങുന്ന ഘട്ടത്തിൽ, ഇപ്പോൾ ഒരു സ്കൂൾ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ ഒരു തലമുറ അത് മുഴുവൻ വായനാശീലം തുടങ്ങുന്നത് എം ടിയുടെ ഏതെങ്കിലും ഒരു കഥയോ ഒരു നോവലോ വായിച്ചുകൊണ്ടായിരിക്കും. കാരണം ഏത് കാലത്തുള്ളവരെയും ഏത് പ്രായത്തിലുള്ളവരെയും അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ലോകത്തിലേക്ക്, വായനയുടെ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിൻ്റെ ഒരു മാസ്മരികമായ ശക്തിയുള്ള എഴുത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഉറപ്പായും ആ നിലയ്ക്ക് നോക്കുമ്പോൾ ശ്രീ പ്രിയദർശൻ താങ്കളുടെ മാത്രമല്ല, ഒരു തലമുറയുടെ മുഴുവൻ ഗുരുസ്ഥാനീയനാണ് എം ടി വാസുദേവൻ നായർ എന്ന് കൃത്യമായി നമുക്ക് പറയാൻ കഴിയും, അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ ഗുരുവായിട്ട് മാത്രമേ കണക്കാനുള്ള സ്വാർത്ഥത എനിക്കുണ്ട്. താങ്കൾ പറഞ്ഞ പോലെ ഒരു തലമുറയുടെ ഗുരുവാണ്. പക്ഷെ ഞാൻ ഒരു അഹങ്കാരമായിട്ട് കൂട്ടാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം എൻ്റെ ഗുരുവായിരുന്നു എന്നാണ്. ഒരുപാട് കാലം കാത്തിരുന്നു ഒരു സിനിമ അദ്ദേഹത്തിൻ്റെ ചെയ്യാൻ. അവസാനം ഓളവും തീരവും ശിലാലിഖിതങ്ങളും ചെയ്ത് കഴിഞ്ഞ് അദ്ദേഹത്തിനോടൊപ്പം വരുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നി ആ കാത്തിരിപ്പ് വെറുതെ ആയില്ല എന്നാണ്. അതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട്, എന്താണെന്ന് വെച്ചാൽ, ഒരു ദൈവനിശ്ചയം പോലെ അവസാനം എൻ്റെ ഗുരു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരു വലിയ നിമിഷം കൂടി ഇവിടെയുണ്ട്. പക്ഷെ ഇതൊന്നുമല്ല, ഞാനെന്ന വേറൊരു വ്യക്തി പറയുന്നതല്ല വലുത്. താങ്കൾ പറഞ്ഞ ഒരു തലമുറയുടെ ഗുരുവാണ്. അദ്ദേഹത്തിനെ നമിക്കാം. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നമുക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്ര എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. ശരി, ശ്രീ പ്രിയദർശൻ, താങ്കൾ വളരെ അങ്ങേയറ്റം വൈകാരികമായി ഓർമ്മകൾ അധികമൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും താങ്കളുടെ മനസ്സിലൊരു കടലിരമ്പുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു പക്ഷേ കേൾക്കാൻ കഴിഞ്ഞു. എനിക്കത് കേൾക്കാൻ കഴിഞ്ഞു. എന്താണ് ആ വൈകാരിക അടുപ്പം എന്ന് ഓരോ മലയാളിക്കും എനിക്ക് തോന്നുന്നു ആ വൈകാരിക അടുപ്പം പ്രിയപ്പെട്ട എം ഡിയോടുണ്ട്. തന്നെയുമല്ല, നമ്മളുടെ സ്വകാര്യ അഹങ്കാരം അത് നമുക്ക് കുറച്ചേ ഉള്ളൂ അങ്ങനെ പറയാൻ. അതിലൊരാൾ കൂടിയായിരുന്നു നമ്മളുടെ പ്രിയപ്പെട്ട എം ഡി. നമ്മൾ എപ്പോഴും പ്രിയപ്പെട്ട എം ഡി എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല, നമുക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൻ്റെ അത്രത്തോളം പ്രിയതരമായ ഒരു രണ്ട് വാക്കാണ്
അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. കേവലം ഏതെങ്കിലും തരത്തിൽ പറയുന്നതല്ല, അത് അത്രത്തോളം പ്രിയപ്പെട്ടതായതുകൊണ്ട് തന്നെയാണ്. നമ്മൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കാറുണ്ട്, നോക്കി കണ്ടിട്ടുണ്ട്. MT എന്ന മനുഷ്യൻ, അദ്ദേഹം ഇടപെട്ട ജീവിത വഴികളിലൊക്കെ എങ്ങനെയാണ് വിജയത്തിലേക്ക് നടന്നെടുക്കുന്നത്. അദ്ദേഹം സാഹിത്യത്തിൻ്റെ എല്ലാ മേഖല, ഇപ്പോൾ നോവലാവട്ടെ, ചെറുകഥയാവട്ടെ, നാടകമാവട്ടെ, അല്ലെങ്കിൽ ബാലസാഹിത്യമാവട്ടെ, തിരക്കഥ ആവട്ടെ, യാത്രാവിവരണമോ ലേഖനമോ, അല്ലെങ്കിൽ ഒരു ചലച്ചിത്ര സംവിധായകനാവട്ടെ, അങ്ങനെ പത്രാധിപരാവട്ടെ, മാധ്യമപ്രവർത്തകനാവട്ടെ, അങ്ങനെ അദ്ദേഹം ഇടപെട്ട ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അതികായൻ, അതിലൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു എന്ന് നമുക്ക് ഒരു തർക്കവുമില്ലാതെ, ഒരു സംശയവുമില്ലാതെ പറയാൻ കഴിയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മളുടെ മുന്നിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നത്.